പ്രസവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചെയ്യുന്ന 10 അബദ്ധങ്ങളാണ് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. ഇത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ വിലയിരുത്തുക. നമ്പർ 10, ഗർഭിണികളെ ഭയപ്പെടുത്തുന്നു. ഭയപ്പാടുണ്ടാകുന്ന സാഹചര്യങ്ങളാണ് പല ലേബർ റൂമുകളിലുമെന്ന് സ്ത്രീകൾ പൊതുവെ പറയാറുണ്ട്. നമ്പർ 9, ഗർഭിണികൾക്ക് ഇഷ്ടമില്ലാത്ത, താല്പര്യമില്ലാത്ത, മോശമായി പെരുമാറുന്ന പല ആളുകളുടെയും സാന്നിധ്യം ഗർഭിണികളെ കൂടുതൽ പ്രയാസത്തിലാക്കുന്നു. നമ്പർ 8, ഗർഭിണികൾക്ക് ഇഷ്ടമുള്ള, കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ കൂടെ നിർത്താനുള്ള സാഹചര്യം ലഭിക്കുന്നില്ല. നമ്പർ 7, പ്രസവിക്കാനുള്ള നാച്ചുറൽ ദിവസത്തിന് മുൻപ് തന്നെ പലപ്പോഴും ഒരു കണക്കുകൂട്ടി ഡേറ്റ് നൽകുകയും ആ ഡേറ്റിലേക്ക് പ്രസവിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നു. നമ്പർ 6, നൽകുന്ന ഡേറ്റിൽ മര്യാദയ്ക്ക് പ്രസവിച്ചിട്ടില്ല എങ്കിൽ പലപ്പോഴും 2-3 ദിവസം ആകെ വെയിറ്റ് ചെയ്യും ചില ആളുകൾ. അതിനുശേഷം വയറിൻ്റെ 7 അറകളും കുത്തിപ്പൊളിച്ച് വെട്ടിക്കീറി സിസേറിയൻ എന്ന പേരിൽ കൂടുതൽ ആ സ്ത്രീയെ ദ്രോഹിക്കുന്നില്ലേ? നമ്പർ 5, ലേബർ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ് പല സ്ത്രീകളുടെയും ശരീരത്തിലേക്ക് കടത്തുന്ന മരുന്നുകൾ എന്ന പേരിലെ ഡ്രഗ്സിൻ്റെ മാരക അപകടങ്ങളെക്കുറിച്ച് പലപ്പോഴും വിശദീകരിച്ച് ആ ഗർഭിണിക്ക് നൽകുന്നില്ല. നമ്പർ 4, കൺസെൻറ്റ് പേപ്പർ പലരും ഒപ്പിട്ട് വാങ്ങുന്നു എങ്കിലും അതിനെ കൃത്യമായി വിശദീകരിച്ച് ബോധ്യപ്പെടുത്തിയതിന് ശേഷമല്ല ആ ഒപ്പ് വാങ്ങുന്നത്. നമ്പർ 3, പലരും സിസേറിയന് അനുവദിക്കാത്ത സമയത്ത് പുറത്തുള്ള ബന്ധുക്കളെ സമ്മർദ്ദത്തിലാക്കി പല ആളുകളെയും കൊണ്ട് ഉപദേശങ്ങൾ നൽകി സിസേറിയന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു. നമ്പർ 2, പ്രസവം എന്നുള്ളത് ഒരു നാച്ചുറൽ പ്രോസസ്സായിരിക്കെ ഗർഭിണിയാണ് അതിൻ്റെ വേദന സഹിക്കുന്നത്, അനുഭവിക്കുന്നത് എങ്കിലും പ്രസവ ചാർജ് എന്ന പേരിൽ 10,000 രൂപയിൽ മുകളിലാണ് പല ആശുപത്രികളും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്പർ 1, വളരെ ആകാംക്ഷയോടെ നിങ്ങൾ കേൾക്കാനിരിക്കുന്നതായിരിക്കും. അത് വളരെ ഗൗരവകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആരോ എഴുതിയ ഏതോ പുസ്തകം നോക്കി ആശുപത്രി വൈറ്റാട്ടികളെന്നറിയപ്പെടുന്ന ഗൈനക്കോളജിസ്റ്റുകൾ പ്രസവിക്കാൻ കിടക്കുന്ന ഒരു സ്ത്രീയുടെ മനോവികാരമോ വേദനയോ അനുഭവിച്ചറിയാത്തത് കൊണ്ട് തന്നെ എവിടുന്നോ പഠിച്ച ഏതോ അറിവ് കൊണ്ട് അവിടെ കൊടുക്കുന്ന പല ആജ്ഞകളും അഭിപ്രായങ്ങളും കൃത്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞത് ഒരു 5-10 ഒക്കെ പ്രസവിച്ച സ്ത്രീകൾ വേണം ആശുപത്രി വൈറ്റാട്ടികളായി, ഗൈനക്കോളജിസ്റ്റുകളായി വർക്ക് ചെയ്യാനെന്നുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താം.